ഗൈസ് നമ്മുടെ കാത്തു ഇവിടെ എവിടെയോ ഇല്ലേ കൂടെ എങ്ങാണ്ടൂടൊക്കെ പറന്നു പോലെ ഞാൻ കണ്ടു. അതാ ഇവിടെ കൊണ്ടുവിടുന്നു, നമുക്ക് വിളിച്ച് നോക്കാം വരുമോ. എൻ്റെ പല ഷോർട്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കാത്തു കാത്തു എന്ന് വിളിക്കുന്നത്. കാത്തു എന്ന് പറയുന്നത് ഒരു ഓലൈഞ്ഞാലിക്കിളിയാണേ. ഇവള് നമ്മളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് തിരി കത്തിച്ച് വെക്കുമ്പോൾ അതെടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലൊക്കെ പോയി തിരി കട്ടെടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളെ ഒന്ന് കസ്റ്റഡിയിലാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവക്ക് കുറേശ്ശെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഈ സമയങ്ങളിലൊക്കെ വന്ന് നമ്മുടെ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. നമ്മളെ കണ്ടില്ലേ വിളിക്കും, അല്ലെങ്കിൽ പെരക്കകത്ത് കയറി ഇങ്ങി വരും കേട്ടോ. പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മളുടെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ 2-3 ദിവസം ആയതേ ഉള്ളേ. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കും. നേരത്തെ എന്നിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്നല്ല 2-3 ദിവസത്തിന് മുമ്പ് തൊട്ട് അവൾ ഫുഡ് മേടിച്ച് കഴിക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് വിളിച്ചു, കാത്തൂന്ന് വിളിച്ചപ്പോഴത്തേക്ക് അടുക്കളയിലെ ജനലിൻ്റെ അവിടെ വന്നു കേട്ടോ. അതിൻ്റെ തലേ ദിവസം റൂമിലിരുന്നപ്പം റൂമിലെ ജനൽ തുറന്നിട്ട് കൊടുത്തു. അപ്പോൾ ജനലേ വന്നിരുന്നു. അങ്ങനെ അതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇപ്പം അവളെ ഒരു നേരം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമം കേട്ടോ. എവിടെ പോയി. പക്ഷെ കാത്തൂനുണ്ടല്ലോ ഒരു കണ്ണില്ല. കണ്ണെവിടെ പോയി നമുക്കറിയത്തില്ല. ഞാൻ കാത്തു എന്ന് വിളിക്കുന്നത് കാത്തു ആണോ കാത്തനാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ കാത്തു എന്ന് വിളിക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ട പേര്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.